എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വെൽനസ് പ്രൊഡക്റ്റുകൾ കഴിക്കുന്ന സമയത്ത് ആളുകൾക്ക് പൊതുവെ ഒരു പേടിയാണ്. ഇത് മെഡിസിൻ ആണോ, ഇത് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കണോ, ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കണോ, ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കണോ, വെള്ളം കുടിച്ചിട്ട് കഴിക്കണോ. ആളുകൾക്ക് വലിയൊരു കൺഫ്യൂഷനാണ്. ഇത് ഡോക്ടറെ കാണിക്കണോ, മെഡിസിൻ ആണോ, മെഡിസിൻ കണ്ടന്റ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആളുകൾ ചോദിക്കാറുണ്ട്. വർഷങ്ങളായിട്ട് വെൽനസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് വളരെ ഹെൽത്തി ആയിരിക്കും നമ്മുടെ ആലത്തൂർ DP ഓണറായിട്ടുള്ള നസീർ ഖാനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ വെൽനസ് പ്രൊഡക്റ്റ് കഴിക്കാനുള്ള ആളുകളുടെ പേടി, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്നതോടുകൂടെ അവരുടെ ആ പേടിയൊക്കെ ഒഴിവായി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. നസീർ ഡെയിലി കഴിക്കുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഞാൻ ഡെയിലി കഴിക്കുന്നത് കാൽസ്യം ഡെയിലി കഴിക്കും, സ്പെർലൂന കഴിക്കും, അതേപോലെ വിറ്റാമിൻ B കോംപ്ലക്സ് ഡെയിലി കഴിക്കുന്നതാണ്, അശ്വഗന്ധ, അതേപോലെ വിറ്റാമിൻ D3, അതേപോലെ ടെർമറിക്. ക്യാൻസർ പോലും നമുക്ക് ക്യാൻസർ പോലും എടുക്കില്ല, അത്രയും അടിപൊളി സംഭവമാണ് ടെർമറിക്. അതേപോലെ എന്താണ് ഒമേഗ 3, 6, 9 എല്ലാം ഉൾക്കൊള്ളുന്ന സംഭവമാണിത്. ഇത് നമ്മുടെ ഹാർട്ടിന്, കണ്ണിന്, സ്കിന്നിനൊക്കെ എന്താ പറയുക പെർഫെക്റ്റ് ആയിരിക്കുന്ന സാധനമാണ്. അതേപോലെ നമ്മൾ അറ്റാക്ക് വരാതിരിക്കാനുള്ള എന്താ പറയുക ഞരമ്പുകളൊക്കെ കാർഡി ആക്റ്റീവ്, മൾട്ടി വിറ്റാമിൻ, അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള ത്രിഫല. ഇതിങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒരു 10-18 എണ്ണം ഇതിലുണ്ട്. ഒരു 10-18 എണ്ണം ഇതിലുണ്ട് നിലവിൽ. ഇതിന് പുറമെ കാലത്ത് ഞാൻ വരുമ്പോൾ പ്രോട്ടീൻ പൗഡർ ഒരു കപ്പ് കഴിച്ചിട്ടേ വരിക. അതിൻ്റെ മുന്നേ എണിച്ചോറ് കഴിക്കുന്നുണ്ട്. നോനി ഞാൻ കാലത്ത് ആദ്യം ഒരു 25 മില്ലി കഴിച്ചിട്ട് പിന്നെ കുളി കഴിഞ്ഞ് പുറപ്പെട്ട് വരുമ്പോഴാണ് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുക. അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 10 മണിക്ക് ശേഷം ആഹാരമൊക്കെ കഴിക്കും. ഒരു 10-11 മണിയാകുമ്പോൾ അത് റെഗുലറായി കഴിക്കുന്നുണ്ട്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2005 ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. പക്ഷേ 2010 മുതൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റെഗുലറായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണിത്. ഒരു 10-15 എണ്ണം ഉണ്ട്. ആദ്യമൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു, കരൾ പോവോ കിഡ്നി പോവോ എന്നൊക്കെ നമുക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഇതിന് ഇത്ര ഇത് മുഴുവൻ ഞാൻ കഴിക്കാൻ 15 ദിവസം വരെ. അതെ ഓക്കെ. അപ്പോൾ ഇത് കഴിച്ച് വരാൻ പോകുന്നതാണ് ഇത്രയും പ്രോഡക്റ്റ്. 7 വർഷം ഒരു മോദികരണ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. അതിന് ഇത്ര 20 എണ്ണം ഒറ്റ ട്രിപ്പ് കഴിക്കും. അപ്പോൾ നമ്മൾ എത്ര നേരം കഴിക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം സാറ്. ഓക്കെ, ഈ പ്രോഡക്റ്റ് കഴിച്ചതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് വന്നിട്ടുണ്ട് അവിടെ. സാറിന് എത്ര വയസ്സാവും? എനിക്ക് 48. എനിക്ക് 54 വയസ്സായി. ഈ 54 വയസ്സായ ആള് ഒരു 54 വയസ്സായുള്ള ഒരു ചർമ്മം സാറ് നോക്കി. ഈ ചർമ്മം നോക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോളൂ. ഒരു 20-25 വയസ്സിൽ കൂടുതൽ ഈ പ്രായം തോന്നിക്കില്ല. സാർ നേരെ നോക്കിയോളൂ. ഞങ്ങൾക്ക് സ്കിന്ന് ഇതുപോലെ തന്നെയാണ് എൻ്റെ ശരീരവും എൻ്റെ ആരോഗ്യവും. അതാണ് എൻ്റെ മെയിൻ പ്രത്യേകത. അതാണ് എൻ്റെ സ്കിന്ന് നോക്കി സാറ് നോക്കിയാൽ സാറല്ല ആർക്കാണ് കൊടുത്താലും അവർ തെറ്റാണ് സംഭവം. എന്താ നമ്മളിത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ യാതൊരു അസുഖം ഇപ്പോൾ ഇല്ല, നിലവിലില്ല. എന്റെ പല്ലി നോക്കിയോളൂ സാറ്. ഇതിങ്ങനെ കഴിക്കാൻ തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു? ഇത് കഴിക്കാനുള്ള കാരണം എന്താ? ഇത് നമ്മുടെ ഒരു മാമ എന്നെ പെടുത്താൻ ശ്രമിച്ചതാണ്. സത്യം പറഞ്ഞ ഫസ്റ്റ്. അപ്പോൾ ഇത് നല്ല സാധനം എന്നൊക്കെ പറഞ്ഞത് പെടുത്താൻ ശ്രമിക്കാൻ വേണം. മൂപ്പര് അറിയാൻ വേണ്ടി തന്നതായിരുന്നു. അപ്പം ഞാനിത് ആദ്യം ആലോചിച്ചില്ല. പിന്നെ അത് ഒരു മാസം ഒരു ടിപ്പ് തന്നു ഞാൻ മുഴുവൻ കഴിച്ചു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലായി. ഈ മാറ്റങ്ങൾ മനസ്സിലായപ്പോൾ പിന്നെ മൂപ്പര് പിന്നെ കൊണ്ട് തന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞൊരു കുറച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആലത്തൂർ വേറെ നമ്മുടെ ഒരു സുഹൃത്തായി ബന്ധപ്പെടുത്തി മനസ്സിലായത്. അപ്പോൾ മൂപ്പര് ഞാൻ അതൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഞാൻ തരാവനകളെ കൂട്ടിയിട്ട് പോയി ഇങ്ങനെ മേടിച്ച് തന്നു. അതിനുകൂടെ വേറൊരു സംഭവം കൂടി എനിക്കുണ്ടായി. 2010 ഒരു ഒച്ചെടുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡോക്ടർക്ക് പോയി പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ വേണം പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എറണാകുളത്ത് നമ്മുടെ സുഹൃത്ത് നമുക്ക് എറണാകുളത്ത് നമ്മുടെ ഒരു ഡോക്ടറുണ്ട്, നമുക്ക് അവിടെ പോകാൻ പറഞ്ഞ് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മതി, ഞാൻ പറയണത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ടതാകും. അങ്ങനെ 2010 അപ്പം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആരോഗ്യവും ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകളാണ്, അതും വെൽനെസ്സാണ്. അതിന് പുറമെ ഒക്കെ എന്താ പറയുക ഫുഡ് സപ്ലിമെൻറ്റേഷനാണ്. ഫുഡ് സപ്ലിമെൻറ്റേഷൻ കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നം നമ്മളുണ്ടല്ല. നമ്മൾ ആഹാരം കഴിക്കുന്നത്, നമുക്ക് വേണ്ട ആഹാരം കഴിക്കുന്നത്. അന്ന് മുതൽ എനിക്കിത് മനസ്സിലായതുകൊണ്ട് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നേരം വരെ യാതൊരു അസുഖമില്ല. ₹1 ഡോക്ടർക്ക് ആശുപത്രിയിൽ കൊടുക്കാറുണ്ട്. ഓക്കെ.